യെശയ്യാവ് 26:3 സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്ന സകലർക്കും ലഭിക്കുന്ന ഒരു അത്ഭുത ദാനമാണ് പൂർണ്ണ സമാധാനം. ലോകമനുഷ്യൻ മദ്യം, മയക്കുമരുന്ന്, സിനിമകൾ, കൂട്ടുകെട്ടുകൾ, യാത്രകൾ ഒക്കെയിലും സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. അതൊക്കെ കുറച്ച് സമയത്തേക്ക് മാത്രം നമുക്ക് സന്തോഷം തരുന്നതാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമാധാനം നിത്യമായ സമാധാനമാണ്. ഏതു വലിയ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവമക്കൾക്ക് സ്വസ്ഥതയിൽ കഴിയുവാൻ സാധിക്കുന്നു. കാരണം അവർക്കറിയാം ഈ ജീവിതം നിയന്ത്രിക്കുന്നത് ആരാണെന്നും ആ ആളിൻ്റെ മഹത്വവും. സർവശക്തനായ ദൈവം, സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് നമ്മെ പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുവാനിടയാകും. രോഗത്തിൻ്റെയോ കഷ്ടതയുടെയോ പട്ടിണിയുടെയോ പരാജയങ്ങളുടെയോ ഒക്കെ മധ്യത്തിൽ ഈ സമാധാന പ്രഭുവിൻ്റെ സമാധാനം, സ്വസ്ഥത നമ്മിലേക്ക് പകരപ്പെടുവാനിടയാകും. മറ്റുള്ളവർക്ക് അത്ഭുതം കൂറുമാറ് ദൈവം നമ്മെ വഴി നടത്തും. തന്നെയുമല്ല, നമ്മുടെ പൂർണ്ണ ആശ്രയം യേശുവിൽ ആയതുകൊണ്ട് നമ്മെ ജീവിതത്തിൽ ജയാളികൾ ആക്കി തീർക്കുകയും ചെയ്യും. ഈ സർവശക്തനായ സമാധാന പ്രഭുവിൽ നമുക്ക് ആശ്രയിച്ച് ജീവിക്കാം. ഫിലിപ്പിയർ 4:7 എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമുള്ളതൊക്കെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തരും. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക മാത്രമത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നാം വേവലാതിപ്പെട്ട് പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അതിനൊന്നും നമ്മുടെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയില്ല. നമ്മുടെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. ആ യേശുവിൽ നമ്മുടെ ആശ്രയം സ്ഥിരമായിരുന്നാൽ ആർക്കും ഒന്നിനും തരാൻ കഴിയാത്ത സമാധാനം ദൈവം നമ്മിലേക്ക് പകർന്നു തരും. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത്, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സമാധാനം നമ്മുടെ ജീവിതത്തെ മൂടുവാനിടയാകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർണ്ണ ആശ്രയം യേശുവിലാക്കാം. നിലനിൽക്കുന്ന സമാധാനത്തിന് യോഗ്യരാകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ സമാധാനത്തിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.